പി കെ ശശി ഇത് സമ്മതിക്കാതിരിക്കുന്നതിന് ഒരു കാരണമുണ്ട്. പി കെ ശശിയെ ആ മട്ടിൽ ആലോചിക്കുന്നൊക്കെ ഉണ്ടെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. നമുക്കത് സ്ഥിരീകരിച്ച് പറയാം. പക്ഷേ പി കെ ശശിയുടെ ആലോചനയിൽ വേറൊരു തരത്തിലാണ് ആ ആലോചന പോകുന്നത്. അതായത് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായി വരികയെന്നോ നേരിട്ട് അങ്ങനെ പിന്തുണ കൊടുക്കുകയെന്നോ അല്ല, പി കെ ശശി പ്രാദേശികമായി ഒരു പാർട്ടി ഉണ്ടാക്കി ഇതിനോട് സഹകരിക്കും എന്ന മട്ടിലാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് യു ഡി എഫ് ആ ഒറ്റപ്പാലത്ത് നമ്മളിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ തവണത്തെ സാഹചര്യം നോക്കിയാൽ അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ 74,859 വോട്ടുകൾ, അതായത് 46.45% തന്നെ ഏതാണ്ട് മലമ്പുഴയ്ക്ക് സമാനമായ വോട്ട് ശതമാനം നേടിയിട്ടുണ്ട്. ഡോക്ടർ പി സരിൻ നല്ല സ്ഥാനാർത്ഥിയായിരുന്നു. അവിടെ എല്ലാ മുക്കിലും മൂലയിലും പ്രചാരണത്തിൽ എത്തിയ ആളാണ്. പക്ഷേ അദ്ദേഹത്തിന് 59,707 വോട്ടുകളെ നേടാൻ കഴിഞ്ഞുള്ളൂ. 37% അദ്ദേഹത്തിന് ലഭിച്ച വോട്ട്. ഏതാണ്ട് 10%-നടുത്ത് വോട്ടുകൾ അധികം നേടിയാണ് അപ്പുറത്ത് അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ വിജയിച്ചു വന്നത്. അവിടെ ഈ വിജയിക്കാവുന്ന സാഹചര്യം ഇപ്പോഴും നിലനിൽക്കുന്നില്ല. നമ്മൾ നേരത്തെ പല ചർച്ചകളിലും നമ്മൾ പറഞ്ഞു പോകുന്ന ഒരു കാര്യമുണ്ടല്ലോ, കോൺഗ്രസ്സിന് അല്ലെങ്കിൽ യു ഡി എഫിന് ഭരണം നേടണമെങ്കിൽ ഒരു വലിയ പോരാട്ടത്തിലൂടെ അല്ലാതെ ഈ ഭരണം നേടാവുന്ന സാഹചര്യം ഉണ്ട് എന്ന് ഉറപ്പിക്കണമെങ്കിൽ കുറഞ്ഞത് 45 സീറ്റുകൾ കോൺഗ്രസ് തന്നെ നേടണം. അത്തരത്തിൽ കോൺഗ്രസിന് നേടാൻ പറ്റുന്ന സീറ്റുകൾ ഏതാണെന്നുള്ളതാണ് നമ്മളെപ്പോഴും ചിന്തിച്ചുകൊണ്ടിരുന്നത്. ഇത് നമ്മളെക്കാൾ നന്നായിട്ട് കോൺഗ്രസും കനകോലുവും ചിന്തിച്ചിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഈ സീറ്റുകളുടെ കാര്യത്തിൽ ഇപ്പോൾ കുറെ കൂടി, അതായത് ഇങ്ങനെയുള്ള ആലോചനകളിലേക്ക് ഇവർ പോകുന്നത്. ആ സീറ്റുകൾ എങ്ങനെയാണ് പിടിക്കാൻ പറ്റുക, അതുകൊണ്ടാണ് ഇത്തരം ആലോചനകൾ. അപ്പോൾ ഈ ആലോചനകൾ ഒരുപക്ഷെ ഫലം കണ്ടേക്കാം. അതായത് പരമാവധി മത്സരം കാഴ്ചവെക്കാനുള്ള ഒരു ശ്രമം അവിടെ നടത്താം എന്നുള്ളതാണ്. ഇപ്പോൾ പി കെ ശശി വ്യക്തിപരമായി അവിടെ വലിയ സ്വാധീനശേഷിയുള്ള നേതാവ്, ആ കാര്യത്തിൽ തർക്കമൊന്നുമില്ല. പാലക്കാട് ജില്ലയിൽ വലിയ സ്വാധീനശേഷിയുള്ള നേതാവാണ്. പി കെ ശശിയെ പെട്ടെന്ന് കൈവിട്ട് കളയാൻ പറ്റാത്തത് കൊണ്ടാണ് പി കെ ശശിയുടെ കയ്യിലിരിപ്പ് അറിയാമായിരുന്നിട്ടും ഇടതുപക്ഷത്തിന് മറ്റേ തീവ്രത അളക്കേണ്ടിയൊക്കെ വന്നത്, അല്ലെങ്കിൽ CPM തീവ്രത അളക്കേണ്ടി വന്നത്. ആ സാഹചര്യം അറിയാം, അത് കോൺഗ്രസിനും അറിയാം. അദ്ദേഹത്തിന് വ്യക്തിപരമായ അവിടെ വലിയ സ്വാധീനമുണ്ട്. അദ്ദേഹത്തിന് ഇപ്പോൾ ഒരു ആളുകളെ സംഘടിപ്പിക്കാനും കാര്യങ്ങൾ അവരുടെ അടുത്ത് അവതരിപ്പിക്കാനും കഴിയുന്ന ഒരു സാഹചര്യമുണ്ട്. KTDC അദ്ദേഹത്തിന് പിന്നെയും, അതായത് വീണ്ടും കുറേ കാലവും അദ്ദേഹത്തിൻ്റെ കയ്യിൽ തന്നെ ഇരിക്കുന്ന സാഹചര്യം ഈ ആരോപണങ്ങൾക്കെല്ലാം ശേഷവും ഉണ്ടായിട്ടുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ സ്വാധീനശേഷി തന്നെയാണ് കാണിക്കുന്നത്. അങ്ങനെ ഒരാളെ പ്രയോജനപ്പെടുത്താൻ തന്നെയാണ് തീരുമാനം. കോൺഗ്രസ് ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ അതിനൊപ്പിച്ച് നിൽക്കുന്ന പാപഭാരവും പേറിക്കൊണ്ട് ഇദ്ദേഹം വരുമ്പോൾ അത് പൂർണ്ണമായും കോൺഗ്രസിൻ്റെ തലയിൽ ഇരിക്കുന്ന സാഹചര്യം ഉണ്ടാവില്ല. മറ്റൊരു പാർട്ടിയും അല്ലെങ്കിൽ മറ്റൊരു സംവിധാനവുമായി അദ്ദേഹം മത്സരിക്കാൻ തീരുമാനിക്കുക, അദ്ദേഹത്തിന് പിന്തുണ കൊടുക്കുകയും ചെയ്താൽ